തീരെ വയ്യാട്ടോട്ടോ. ഭക്ഷണം തേടി രാവിലെ ഇറങ്ങിയതല്ലേ, നടന്നു നടന്നു വയ്യാണ്ടായി. ഇവിടെയും പഴങ്ങളൊന്നും ഇല്ല. വരി ചങ്ങാതിമാരെ, നമുക്ക് കുന്നിന്റെ താഴ്വരയിൽ പോകാം. അവിടെ നിന്ന് നമുക്ക് കഴിക്കാൻ പഴങ്ങളോ ഇലകളോ എന്തെങ്കിലും കിട്ടും. വേഗം വാ. ഇവിടെയും നമുക്ക് കഴിക്കാൻ ഒന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? അവിടെ എന്തോ നടക്കുന്നു. കാട്ടിൽ എങ്കും ഒരു പഴം പോലുമില്ല. ഇപ്പോഴത്തെ വലിയ ചൂട് കാരണമായിരിക്കും പഴങ്ങൾ ഒന്നും ഉണ്ടാകാത്തത്. ശരിയാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ മക്കളെല്ലാം ഭക്ഷണം കിട്ടാതെ പട്ടിണിക്ക് കിടന്ന് ചാവും. ഇവിടെ ഉണ്ടായിരുന്ന പഴങ്ങൾ തരുന്ന മരങ്ങളെല്ലാം ആളുകൾ വന്ന് മുറിച്ചു കൊണ്ടുപോയി. ഉള്ള മരങ്ങളിലാകട്ടെ പഴങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഇതിന് പിന്നെ എന്താണ് ഒരു പരിഹാരം? ഒരു വഴിയുണ്ട്, പക്ഷേ അത് കുറച്ച് അപകടം നിറഞ്ഞതാണ്. അതെന്താണ് കാക്കമുപ്പ? ദൂരെയുള്ള അത്ഭുതമലയിൽ എന്നും നിറയെ പഴങ്ങൾ തരുന്ന മരങ്ങളുണ്ട്. അതിൻ്റെ വിത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ നടാം. അങ്ങനെയായാൽ ഇവിടെയും എന്നും പഴങ്ങൾ ലഭിക്കും. പക്ഷേ അതെടുക്കാനായി വലിയൊരു നദി കടന്നു വേണം പോകാൻ. കൂടാതെ അപകടം നിറഞ്ഞ കാട്ടിലൂടെ വേണം ആ മലയിലെത്തിച്ചേരാൻ. ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലേ അത് പോയി കൊണ്ടുവരാൻ സാധിക്കൂ. അതിനിപ്പോ ആരാണ് പോവുക? എടാ ബോബോ, നീയല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ധൈര്യശാലി, നീ പോകുമോ? ഞാനോ? അയ്യോ, ഞാൻ പോവില്ല. എനിക്ക് പേടിയാ. ഇനി ആരാ പോവാ മൂപ്പ? മൂപ്പൻ അറിയാവുന്ന സ്ഥലമാണെങ്കിൽ മൂപ്പന് തന്നെ പോയി കൊണ്ടുവന്നൂടെ? മൂപ്പനാണെങ്കിൽ പറന്നു പോകാമല്ലോ. അത് അങ്ങോട്ട് കുറേ ദൂരമുണ്ട്. അത്രയും ദൂരത്തേക്ക് എനിക്ക് പറക്കാൻ സാധിക്കില്ല. മാത്രമല്ല, എനിക്ക് വയസ്സായില്ലേ. ഞാൻ അവിടെ പറന്നെത്തുമ്പോഴേക്കും ഞാൻ വയ്യാതെയാവും. പിന്നെ എൻ്റെ മക്കൾക്കൊന്നും സുഖമില്ല. അല്ലെങ്കിൽ പിന്നെ അവരെ ആരെങ്കിലും പറഞ്ഞയക്കാമായിരുന്നു. നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും ആരുമില്ലേ അത് പോയി കൊണ്ടുവരാനായി? ഞാൻ വഴി പറഞ്ഞു തന്നില്ലേ? ഞാൻ പോകാം. ഹേ, ഇവനോ? എടാ മോനെ ടോട്ടോ, ഇത് കുഞ്ഞു കലിയല്ല. നിറയെ അപകടം പിടിച്ച സ്ഥലമാണ് അവിടെയെല്ലാം. അതെനിക്കറിയാം. മൂപ്പൻ പറഞ്ഞതെല്ലാം ഞാനും കേട്ടു. നിങ്ങൾ ആരും പോകാൻ തയ്യാറല്ലല്ലോ. അത്ഭുത മരത്തിന്റെ വിത്തുകൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേ തീരൂ. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പട്ടിണി കിടന്ന് ചാകേണ്ടി വരും. സാരമില്ല, ഞാൻ പോകാം. മാത്രമല്ല, എനിക്ക് ഇങ്ങനെയുള്ള യാത്രകളെല്ലാം വലിയ ഇഷ്ടമാണ്. അപ്പോൾ കൂടെ ആരാ പോകുന്നത്? ആരും മിണ്ടുന്നില്ലല്ലോ. വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം. ടോട്ടോ, വേണ്ട മോനെ. വളരെ അപകടം പിടിച്ചതാണെന്ന് അവർ പറഞ്ഞത് നീ കേട്ടില്ലേ? അമ്മേ, പക്ഷെ ഇങ്ങനെ പോയാൽ എല്ലാവരും പട്ടിണി കിടന്ന് ചാവും. അതിലും ഭേദം ഞാനൊന്ന് ശ്രമിക്കട്ടെ. അത്ഭുത മരത്തിന്റെ വിത്തുകൾ ഞാനിവിടെ കൊണ്ടുവരും. അത് നട്ട് ഇവിടെ നിറയെ മരങ്ങളുണ്ടാകും. അതിൽ നിറയെ പഴങ്ങളും ഉണ്ടാകും. മോനെ, വേഗം വരണേ. ഞങ്ങളെല്ലാവരും നിനക്കായി പ്രാർത്ഥിച്ച് കാത്തിരിക്കൂ ഇവിടെ. ശരി അമ്മേ. കൂട്ടുകാരെ, ഞാൻ പോയി വേഗം വരാം. നദി കാണുന്നില്ലല്ലോ. കുറെ നേരമായി നടക്കുന്നു. അതാ അവിടെ വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. നദിയുടെ അടുത്ത് എത്താറായി എന്ന് തോന്നുന്നു. അതെ, അപ്പോൾ ഇതാണ് മൂപ്പൻ പറഞ്ഞ ആ നദി. ഇത് കടന്നു കാട്ടിലൂടെ വേണം പോകാനായി. പക്ഷേ നദി എങ്ങനെ കടക്കും? അപ്പുറത്തേക്ക് പോകാനായി എന്താ ചെയ്യാ? നീന്തി കടന്നാലോ? പക്ഷേ നല്ല ഒഴുക്കുണ്ട്. ചിലപ്പോൾ ഒഴുക്കിപ്പെട്ടാൽ അപകടം സംഭവിക്കും. വേറെ എന്താണ് ഐഡിയ? ഹേയ്, ഹലോ. അതാരാ?
ആരോ എന്നെ വിളിച്ചല്ലോ ഇവിടെ താഴെ വെള്ളത്തിൽ. ഹേ, അതൊരു വലിയ ആമയാണല്ലോ. ഹലോ, നീ ആരാണ് കൂട്ടുകാരാ? ഞാൻ ടോട്ടോ, കുഞ്ഞുമല. കാട്ടിൽ നിന്നും വരികയാണ്. മാന്ത്രിക മരത്തിന്റെ വിത്തുകൾ തേടി മാന്ത്രിക മലയിലേക്ക് പോവുകയാണ്. നീ ആരാണ്? ഞാനാണ് ഷെല്ലി. ഞാൻ ഈ നദിയിലാണ് താമസിക്കുന്നത്. മാന്ത്രിക കാട്ടിലേക്ക് പോകാൻ നദി കടക്കാനായി ഞാൻ നിന്നെ സഹായിക്കാം. നീ എന്റെ പുറത്ത് കയറി നിന്നോളൂ. ഞാൻ നിന്നെ അപ്പുറത്തെത്തിക്കാം. വലിയ ഉപകാരം കൂട്ടുകാരാ. ഞാൻ എങ്ങനെ അപ്പുറത്തേക്ക് കടക്കുമെന്ന് ആലോചിച്ചു നിൽക്കുകയായിരുന്നു. ശരി, ഇനി കയറിക്കോളൂ പുറത്ത്. ഹായ്, കൊള്ളാലോ. എന്താ, യാത്ര ഇഷ്ടപ്പെട്ടോ? ആ, നല്ല രസമുണ്ട്. അങ്ങനെ നദിയുടെ അപ്പുറത്തെത്തി. വളരെ നന്ദി ഷെല്ലി. ഓ, വളരെ സന്തോഷം ടോട്ടോ. ഇനി എങ്ങോട്ട് കാട്ടിലൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നിന്നെ ആക്രമിക്കാനായി പല മൃഗങ്ങളെല്ലാം ഉണ്ടാകും കാട്ടിൽ. സൂക്ഷിക്കണം. പിന്നെ ഞാൻ ഇവിടെ കാത്തു നിൽക്കാം. നീ തിരിച്ചു വരുമ്പോൾ നിന്നെ ഞാൻ അക്കരെ എത്തിച്ചോളാം. ഓ, വളരെ ഉപകാരം ഷെല്ലി. നിന്നെ കണ്ടുമുട്ടിയതിനാൽ എനിക്കെന്റെ യാത്ര വളരെ എളുപ്പമായി. ശരി, ഞാൻ പോയി വേഗം മടങ്ങി വരാം. അപകടകാരികളായ മൃഗങ്ങളുള്ള കാടാണെന്നാണ് എല്ലാവരും പറയുന്നത്. സൂക്ഷിച്ചു വേണം. നടക്കാനായി പതിയെ നടക്കാം. എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ, പുലി! അവൻ പുറകെയുണ്ടല്ലോ. അയ്യോ, അവൻ വരുന്നുണ്ടല്ലോ. അയ്യോ, രക്ഷിക്കണേ. ഇവിടെ ഒരു പൊത്തുണ്ടല്ലോ. അതിനുള്ളിൽ കയറാം. ഇവിടെ ഒളിച്ചിരിക്കാം. അത് പോയോ? പുറത്തിറങ്ങി നോക്കാം. ഓ, രക്ഷപ്പെട്ടു. അയ്യോ, ഇരുട്ടായി തുടങ്ങിയല്ലോ. ഇനി കണ്ണു കാണാനും പറ്റില്ല. ഇനി എങ്ങനെ യാത്ര ചെയ്യും? ഇവിടെ വിശ്രമിച്ചാലോ? ഹേയ് ചങ്ങാതി, നീ ആരാണ്? നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്റെ പേര് ടോട്ടോ എന്നാണ്. കുഞ്ഞുമലയിൽ നിന്നും വന്നതാണ്. അത്ഭുതമലയിലെ അത്ഭുത മരത്തിന്റെ വിത്തുകൾ തേടി ഇങ്ങോട്ട് വന്നതാണ്. നേരം രാത്രിയായി. ഇനി എങ്ങനെ പോകൂ എന്ന് എനിക്ക് അറിയില്ല. ഓ, അത് ശരി. ഞാൻ മിന്നി. ഞാൻ അത്ഭുതമലയിലാണ് താമസിക്കുന്നത്. നീ എന്റെ കൂടെ വന്നോളൂ. ഞാൻ നിനക്ക് വഴി കാണിക്കാം. പിന്നെ അത്ഭുത മരത്തിന്റെ വിത്ത് കിട്ടണമെങ്കിൽ നീ ഓളോയെ ചെന്ന് കാണണം കേട്ടോ. ഓലോയോ? ഓലോ അതാരാ? ഓളോ ഒരു മൂങ്ങയാണ്. അത്ഭുതമലയിലെ രാജ്ഞിയാണ് അവർ. അയ്യോ, അവരിങ്ങോട്ട് ആക്രമിക്കുമോ? ഇല്ല ഓളോ, പാവമാണ്. നീ പറഞ്ഞാ മതി നിങ്ങളുടെ കാട്ടിലെ ഭക്ഷണത്തിനായുള്ള ബുദ്ധിമുട്ടുകൾ. അവർ നിന്നെ തീർച്ചയായും സഹായിക്കും. വരൂ, ഞാൻ നിന്നെ അവരുടെ മുൻപിലെത്തിക്കാം. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. പേടിയാവുന്നു. പേടിക്കേണ്ട, ഞാൻ ആദ്യം പറന്നുപോയി നോക്കാം. എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ പറയാം. നീ എന്റെ പുറകെ വന്ന മതി. ഇനി കുറച്ചുകൂടെ ദൂരമേ ഉള്ളൂ മാന്ത്രിക മരങ്ങളുള്ള കാട്ടിലെത്തിച്ചേരാൻ. പാട്ടാട്ടോ, ഇവിടെ കുഴപ്പമില്ല.
നമ്മെ മാന്ത്രിക കാട്ടിലെത്തി. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഓളോയെ കണ്ടു പറഞ്ഞിട്ട് വരാം. ശരി. ഓ, ശരിക്കും എന്ത് മനോഹരമാണ് ഈ കാട്. രാത്രിയിലും ഇത്ര ഭംഗി. ശരി, നീ അതെല്ലാം നോക്കിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ശരി റാണി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. എന്താ മിന്നി മിന്നി? ആരാ നമ്മുടെ കാട്ടിൽ നിന്നോടൊപ്പം വന്നിരിക്കുന്നത്? ചിമ്പു അണ്ണാൻ പറഞ്ഞല്ലോ ആരോ വന്നിട്ടുണ്ടെന്ന്. അത് രാജ്ഞിയെ കാണാനായി ദൂരെ നിന്നും ഒരു മുയൽ വന്നിരിക്കുന്നു. എന്തിനാ അവൻ വന്നിരിക്കുന്നത്? രാജ്ഞിയെ കണ്ടു എന്തോ കാര്യം പറയണം എന്ന് പറയുന്നു. ശരി, അവനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. നമസ്കാരം, ഞാനാണ് ടോട്ടോ. ദൂരെ കുഞ്ഞുമലയിൽ നിന്നും വരികയാണ്. ഞങ്ങളുടെ കാട്ടിൽ വലിയ ദാരിദ്ര്യമാണ്. ജീവികളെല്ലാം ആഹാരം കിട്ടാതെ വിഷമിക്കുകയാണ്. കാട്ടിലെ മരങ്ങളിലൊന്നും പഴങ്ങൾ ഉണ്ടാകുന്നില്ല. പഴങ്ങളുണ്ടാകുന്ന മരങ്ങളെല്ലാം മനുഷ്യന്മാർ മുറിച്ചു കൊണ്ടുപോയി. ഞങ്ങളിനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോഴാണ് ഇവിടെ അത്ഭുതമരം ഉണ്ടെന്ന് കാക്കമൂപ്പൻ പറഞ്ഞത്. അത് കേട്ട് എന്നും പഴങ്ങൾ ഉണ്ടാകുന്ന അത്ഭുതമരത്തിന്റെ വിത്തുകൾ തേടി വന്നതാണ് ഞാൻ. വിത്തുകൾ എനിക്ക് തന്നാൽ ഞങ്ങളത് ഞങ്ങളുടെ കുഞ്ഞുമലയിൽ നട്ടു വളർത്തിക്കൊള്ളാം. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ആവശ്യമുള്ള പഴങ്ങൾ ലഭിക്കുമല്ലോ. അത്ഭുതമരത്തിന്റെ കുറച്ച് വിത്തുകൾ എനിക്ക് തരുമോ രാജ്ഞി? കുഞ്ഞുമലയിൽ നിന്നോ? ഇത്രയും ദൂരെ നിന്നാണോ നീ വന്നത്? ഈ അപകടം പിടിച്ച വഴിയിലൂടെ നീ എങ്ങനെ ഇവിടെ എത്തി? ശരി, എനിക്ക് നിന്നെ ഇഷ്ടമായി. കൂട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടി സ്വന്തം ജീവൻ പോലും നോക്കാതെ അവർ ആരും പട്ടിണി കിടക്കാതിരിക്കാനായി ഇറങ്ങിത്തിരിച്ച ധീരനായ നിനക്ക് ഞാൻ അത്ഭുതമരത്തിന്റെ വിത്തുകൾ തരാം. ഇതാ, ഇത് കൊണ്ടുപോയി നിങ്ങളുടെ കാട്ടിൽ നടൂ. ഈ വിത്തുകൾ പെട്ടെന്ന് തന്നെ വളരും. നിങ്ങൾക്കാവശ്യമായ പഴങ്ങൾ എന്നും ഈ വിത്തിൽ നിന്നുണ്ടാവുന്ന മരങ്ങൾ നിങ്ങൾക്ക് തരും. എന്നും ഈ മരങ്ങളെല്ലാം പരിപാലിക്കണം കേട്ടോ. വലിയ ഉപകാരം രാജ്ഞി. ഞങ്ങൾ എല്ലാവരും എന്നും അങ്ങയോട് കടപ്പെട്ടിരിക്കും. ഓ ശരി, ഇന്ന് രാത്രി നീ പോവേണ്ട. നാളെ രാവിലെ നീ പോയാൽ മതി കേട്ടോ. ശരി റാണി. ശരി ടോട്ടോ, നീ വിശ്രമിക്കൂട്ടോ. ശരി. മിന്നി മിന്നി, നീ പറഞ്ഞത് ശരിയാണ് രാജ്ഞി. വളരെ നല്ലതാണ്. ഇപ്പോ സന്തോഷമായില്ലേ? ശരി മിന്നി മിന്നി, ഞാൻ പോവട്ടെ. അവരെല്ലാവരും എന്നെ കാത്തിരിക്കുകയാണ്. ശരി ടോട്ടോ, ഞാനും കൂടെ വരാം കാടിനപ്പുറം വരെ. ശരി മിന്നി മിന്നി, പിന്നെ കാണാം. ഹേ ഷെല്ലി, നീ എന്നെ കാത്തിരിപ്പുണ്ടല്ലേ? ടോട്ടോ, ഞാൻ പറഞ്ഞില്ലേ കാത്തിരിക്കാമെന്ന്. ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കാണെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ? അത്ഭുതമരത്തിന്റെ വിത്തുകൾ കിട്ടിയോ? വഴിയിൽ ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയോ? അത്ഭുതമരത്തിന്റെ വിത്തുകൾ കിട്ടി ഷെല്ലി. അത്ഭുതമലയിലെ രാജ്ഞി വളരെ നല്ലതാണ്. അവരെനിക്ക് വിത്തുകൾ എല്ലാം തന്നു. പിന്നെ വലിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി, പക്ഷെ അതൊന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് എനിക്ക് നല്ലൊരു കൂട്ടുകാരിയെയും കിട്ടി. മിന്നി മിന്നി, അവൾ എന്നെ കുറേ സഹായിച്ചു. ഓ, അപ്പോ നിറയെ കൂട്ടുകാരായല്ലേ ഇവിടെ. ഇനിയും ഇടയ്ക്കെല്ലാം വരണേ. ഓ ശരി ഷെല്ലി, നീ ഞങ്ങളുടെ കാട്ടിലേക്ക് വാ. വരാം, ഞാൻ ഒരിക്കൽ. ശരി, ഞാൻ പോട്ടെ ടോട്ടോ. വളരെ നന്ദി ഷെല്ലി. നീ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഇതിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേനെ.
ഹേയ് ദാ ടോട്ടോ വരുന്നു. മോനെ, എത്ര ദിവസമായി നീ പോയിട്ട്? നീ വന്നല്ലോ, കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. അത്ഭുതമരത്തിന്റെ വിത്തുകൾ കിട്ടിയോ ടോട്ടോ? കിട്ടി കാക്കാമൂപ്പ. അത്ഭുതമലയിലെ രാജ്ഞി എനിക്ക് അത്ഭുതമരത്തിന്റെ വിത്തെല്ലാം തന്നു. വളരെ നല്ല രാജ്ഞിയാണവർ. കൂടാതെ എനിക്ക് നല്ല കുറേ കൂട്ടുകാരെയും കിട്ടി അവിടെ നിന്ന്. ശരി കൂട്ടുകാരെ, നമുക്ക് ഈ വിത്തുകൾ ഇവിടെയെല്ലാം നടാം. ഇതാ വിത്ത് മുളച്ചു വരുന്നു. വെള്ളം ഒഴുക്കി കുറച്ചുകൂടി. പിന്നെ ഒരു കാര്യം, ഇനിയെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കണം. ഇനിയും മരങ്ങൾ മുറിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ അവരെ എല്ലാവരെയും നമുക്ക് നേരിടാം. ടോട്ടോ, നീയാണ് യഥാർത്ഥ ഹീറോ. ഫ്രണ്ട്സ്, ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുമല കാടിനെയും ഇഷ്ടമായോ? ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കഥകൾ ഇനിയും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറക്കല്ലേ. ബൈ.